ഉടലുമേൽ ചിറകുകൾ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ബ്രേക്ക് എടുത്തില്ല. ഒരു മിനിറ്റ് കേട്ടോ. കലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത മണികണ്ഠനാണ്. എന്നിട്ട് അവിടെ എത്രയും ആൾക്കാരുടെ ഉള്ളിൽ വെച്ചിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ ഈ കണ്ടാൽ ഭയക്കും ചോര തെറിക്കും അതൊക്കെ പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത്. പുള്ളി കുറച്ച് വാക്കുകളൊക്കെ കളിപ്പ് എന്നാണെന്ന് പുള്ളി പറഞ്ഞിരുന്നു. ഒരു മ്യൂസിക്കൽ അങ്ങനെയൊക്കെ വരുമല്ലോ, അതുപോലെ മണികണ്ഠനായപ്പ മ്യൂസിക്കൽ സ്റ്റാമ്പ് ചെയ്തൂടെ? സങ്കടം വരുന്നൊരു സീൻ എനിക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് സാധിച്ച സിനിമയാണ് പല്ലുട്ടി 90s കിഡ്സ്. നമ്മുടെ VSTs നമ്മള് മാത്രം വർക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് എടുത്തൊരു പടം. ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂരാഗത്തിൽ അത് ഇരുന്ന് കാണുമ്പോൾ മറ്റേ സലീം കുമാറിന്റെ ഇമോജി ഓർമ്മ. ഈ അനുരാജ് കമലജയുടെ വോയിസിൽ ഒരു മുരടൻ സാധനം ഉണ്ടല്ലോ, കളിപ്പ്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അത് എന്നെ ഇവിടെ യൂസ് ചെയ്യാമെന്ന് എങ്ങനെയാ ഐഡിയ വന്നത്? അത് ഈ കബാലി സോങ് തന്നെയാണത്. കാരണം ആ സോങ് അത്ര ഹിറ്റായിട്ട് ഇരിക്കില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മള് പുള്ളിയുടെ വോയിസിലുള്ള അതിന് മുന്നും ഞാൻ പുള്ളിയുടെ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ വോയിസിലുള്ള പവർ വേറെയാണ്. പിന്നെ എഴുത്ത്, അതിനോടൊക്കെ ഒരു ആരാധന ഉണ്ടായിരുന്നു. തമിഴ് സിനിമകൾ തന്നെയാണ് നമുക്ക് എല്ലാവരും ഫോളോ ചെയ്ത് പോകുമല്ലോ ഇവിടെ. അപ്പോ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ. വേറെ ഓപ്ഷനിലേക്കൊന്നും പോയിണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് പുള്ളിക്ക് മലയാളം വായിക്കാനൊക്കെ അറിയാം, ചില ലെറ്ററുകളൊക്കെ. ഞാൻ ഈ ഡയറി പേജിലാണ് ഈ ലിറിക്ക് മംഗ്ലീഷിലാണ് നമ്മൾ എഴുതിയിട്ട് കൊടുത്തത്. പുള്ളി അതിന്റെ അപ്പുറത്ത് ഇത് ഞായർ എന്നല്ലേന്ന്, ഞായർ നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഡയറിയുടെ അപ്പുറത്ത് ഞായർ. അപ്പൊ പുള്ളിക്ക് തൃശ്ശൂർ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. പുള്ളിക്ക് ചെറുതായിട്ടൊക്കെ, അപ്പൊ ആളുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് റൂമിൽ മലയാളം ഇങ്ങനെ പറയാനൊക്കെ ഒരു ഇഷ്ടമാണ്. പക്ഷെ അറിയില്ല, പക്ഷെ പറഞ്ഞറിയാം. അപ്പൊ ഈ കണ്ടാൽ ഭയക്കും ചോര തെറിക്കും അതൊക്കെ പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത്. പുള്ളി കുറച്ച് വാക്കുകളൊക്കെ കളിപ്പ് എന്നാണെന്ന് പുള്ളി പറഞ്ഞിരുന്നത്. പുള്ളി കളിപ്പായിരുന്നു. നമ്മളാണത് കൊറേ പ്രാവശ്യം പറഞ്ഞു കലിപ്പിലേക്ക് എത്തിച്ചത്. എനിക്കൊന്ന് ഫേസ്ബുക്കിലേക്ക് ഷെയർ ഒക്കെ പോയിട്ട് ട്രെൻഡ് ആവുന്ന പാട്ടുകളുടെ അത് കളിപ്പൊക്കെ അങ്ങനെ ഭയങ്കര ബൂമായിരുന്നല്ലോ ആ സമയത്ത്. നമുക്കൊരു പ്രൊമോ ഒന്നും സോങ്ങിന് വേണ്ടി വേറെ പ്രൊമോ കാര്യങ്ങളൊന്നും, സോങ് ടീസർ ഒന്നും ഒന്നില്ലല്ലോ. അതൊരു ട്രെൻഡ് തന്നെ തുടക്കമിട്ട പോലത്തെ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രെയിലറിലെ ഒരു തീം പടത്തിൽ യൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അതിപ്പോ പ്രത്യേകിച്ച് ഈ ടൊവിനോന്റെ ക്യാരക്ടർ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാവുന്നതും കോളേജിലെ പല സാഹചര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു പണ്ടത്തെ ഒരു നേതാവിനെ പോലെ, ഒരു സഖാവിനെ പോലെ അയാൾ ഉയരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഏരിയയിൽ ഒരു പ്രത്യേക തീം മ്യൂസിക് വരും. എന്നിട്ടൊരു സാധനം അത് സിനിമയുടെ കൂടുതൽ ഭയങ്കര ഒരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ. അതും നമ്മളെടുത്ത് പറയണ്ട. അതില് മെക്സിക്കൻ ഭാരത എഴുതി കാണിക്കുന്ന മ്യൂസിക് ഉണ്ട്, വലിയൊരു മ്യൂസിക്. അത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപ്ലവത്തിന്റെ കാര്യം പടം തുടങ്ങുമ്പോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിലറിൽ അത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ കലിപ്പ് സോങ്ങിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. ട്രംപറ്റ് ലൈവ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സാധനം വെച്ചിട്ട് തന്നെയാണ് അത് ഗോപിച്ചേട്ടനാണ് RR ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തെങ്കിലും ഗോപിച്ചേട്ടൻ അതൊന്നും മാറ്റിയിട്ടില്ല. അപ്പൊ അതെനിക്കൊരു സന്തോഷമായിരുന്നു. കാരണം ഗോപിച്ചേട്ടൻ RR ചെയ്യുമ്പോൾ വേണമെങ്കിൽ പുതിയ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ആ ട്രെയിലറിന്റെ ട്രെയിലർ കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വേറെ ഒരു മൂഡിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. അതെനിക്ക് വലിയൊരു ഉപകാരമായി. കാരണം നമ്മള് ആ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് തന്നെ കുറച്ച് സ്ഥലത്ത് കേൾക്കുമ്പോ അതില് മാസ് സീനിലൊക്കെ ആ മ്യൂസിക് തന്നെയാണ്. കൊടി കുത്തുമ്പോഴും ഒക്കെ ലവ് ട്രാക്ക്, അത് ആ ട്രെയിലറിനകത്തിട്ട ലവ് ട്രാക്ക് തന്നെയാണ് ഗോപിച്ചേട്ടൻ. പിന്നെ അത് പല തരത്തിൽ വേറെ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ വായിച്ചിട്ടൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോപിസുന്ദർ എന്ന് പറഞ്ഞ വലിയൊരു സാഗരമാണ് BGMന്റെ. അത് ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഈ ടൊവിനോ ഒരു കാലത്തിന് ശേഷം, അതായത് മെക്സിക്കൻ ഭാരത ഇറങ്ങി കുറച്ച് സിനിമകൾക്ക് ശേഷം മണികണ്ഠനായപ്പ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം സിനിമകൾ ചെയ്യാതിരുന്നൊരു സമയമുണ്ട്. അതിനുശേഷം ഈ പൂതപ്പാട്ട് ഒരു റീ എൻട്രി നടക്കുന്നുണ്ടല്ലോ ആട്ടം കലാസമിതി വഴി. അപ്പൊ ആ സമയത്താണ് ടൊവിനോയും മണികണ്ഠനായപ്പയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് കുറേ കൂടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹമാണ് ആ പാട്ട് ഒഫീഷ്യലി പ്രസന്റ് ചെയ്യുന്നത്. ടൊവിനോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം, അതൊന്ന് വിവരിക്കാം. ഞാൻ ഇത് ആക്സിഡന്റ് ആയ സമയത്തും പുള്ളി വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ അതിനെപ്പറ്റി എവിടെയാണ് പൂർണ്ണമായിട്ടും പറഞ്ഞു കേട്ടില്ല. എന്താ ശരിക്കും സംഭവിച്ചത്? അതൊരു നമ്മുടെ മെക്സിക്കൻ ഭാരതയുടെ പ്രൊമോഷൻ വർക്കിന് ഞാനത് അധികം പറയാറില്ല, ഒരു നെഗറ്റീവ് കാര്യമായതുകൊണ്ട് നമ്മളത് പറയാറില്ല. അത് മെക്സിക്കൻ ഭാരതയുടെ പ്രൊമോഷൻ സമയമാണ്. ആ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്തിന്റെ ഇടയിൽ ഒരു ഗൾഫ് ട്രിപ്പിന്റെ പോകുന്ന ഡേറ്റിന്റെ തലേന്നാണ് ഞാൻ ഷൂ വാങ്ങാനായിട്ട് പെട്ടെന്ന് പോയതാണ്. സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പീഡിലായിരുന്നു, ബൈക്കിലായിരുന്നു. അപ്പോൾ
പൂച്ച കുറുകെ ചാടി തന്നെ, പൂച്ച കുറുകെ ചാടില്ല, ഫ്രണ്ട് വീലിന്റെ ഉള്ളിൽ കുടുങ്ങി അങ്ങനെ ഒരു ആക്സിഡന്റ് വരികയാണ് ഉണ്ടായത്. അത് ഈ ജോക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് സർജറി വരെ എത്തി. വളരെ ചെറിയൊരു മാറ്റം ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. അത് മെക്സിക്കൻ അപാരത വരെയുള്ള ഫേസും ഈ ഫേസും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനുശേഷം കുറച്ച് ക്ഷീണിച്ചൊരു രൂപത്തിലാണ്. അതുവരെ ഞാൻ കുറച്ചും കൂടെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്ര കാലം ബെഡ് റിഡൻ ആവണ്ടോ? 1 ഇയറിന്റെ ഉള്ളില് 1 ഇയറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 5 മാസത്തിന്റെ അടുത്ത് സംസാരിക്കാതെ ഗ്രില്ലിട്ടിരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. ആസ് എ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള നിലയ്ക്കും നമുക്ക് പറയാനും നമുക്ക് വർക്ക് ചെയ്യാനും പറ്റാതിരിക്കുന്ന ഒരു സമയം. അപ്പൊ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ചലഞ്ച് കൂടിയാണ്. അതൊന്ന് മാറി ഞാനൊന്ന് ഒന്ന് സെറ്റായി വരുന്ന സമയത്താണ് ആട്ടം കലാസമിതി ഇങ്ങനൊരു സോങ്ങിൻ്റെ ഒരു കാര്യം നോക്കുന്നത്. അപ്പോൾ ഓക്കെ ആയി, ഹെൽത്തൊക്കെ ശരിയായി വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻ്റെ ഒരു റീബോൺ ടൈമാണ്, റീബർത്ത് ആണത്. അപ്പോൾ ആ ഒരു സമയം ഞാൻ എന്തായാലും നോക്കണം എന്നുള്ളത് എനിക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് രണ്ടാമത് തിരിച്ചു വരവാണ് പൂതൻ എന്ന് പറഞ്ഞ പാട്ടായിട്ട്. അത് നല്ലൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡിങ് സെഷൻ ആയാലും അവിടെ തൊട്ട് തന്നെ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉറങ്ങാതെ തന്നെ കുറേ ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ തന്നെ. പിന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, കാരണം ത്രോട്ട് പരമായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പാടാൻ പറ്റും എന്നുള്ളത് എൻ്റെ അതും കൂടെ പരീക്ഷിക്കണമല്ലോ. അപ്പൊ അത് നല്ല ഹൈ ആണത്, ഹൈ പിച്ചിലാണ് ആ പാട്ട്. സ്വയം ചാലഞ്ച് ഞാൻ തന്നെ പാടാന്ന് വെച്ച് ഞാൻ തന്നെ പാടിയിട്ടുള്ള ട്രാക്കാണ് അയച്ചു കൊടുത്തത്. അപ്പൊ ഇതിനി വേറെ ആളെ കൊണ്ട് പാടിക്കണ്ടെന്ന് ജോഷ്, അത് ഡയറക്റ്റ് ചെയ്ത് ജോഷാണ്. സത്യത്തിൽ ആ ഒരു രണ്ടാം വരവിന് ഒരു വലിയൊരു കാരണക്കാരൻ കൂടിയാണ് ജോഷ്. കാരണം ജോഷ് അങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വൈഡായിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1 വർഷത്തോളം സംസാരിക്കാതെ ഇരുന്നിട്ടുള്ള ഒരാൾ ഉണ്ടാക്കുന്ന പാട്ടാണ് പൂതൻ. അതെ അതെ, അതിന്റെ 1 വർഷത്തോളം ഇരുന്നില്ല, എനിക്ക് 4-5 മാസത്തോളാണ് തീരെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ജ്യൂസ് മാത്രമാണ് കുടിച്ചിരുന്നത്, വേറെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഭക്ഷണത്തോടുള്ള ഈ പ്രശ്നം, നമ്മുടെ ആർത്തി, അതെല്ലാം അതൊന്നും ഇല്ലാതെ അതെ മൊത്തത്തിൽ തിരിഞ്ഞുപോയി. ഞാൻ മൊത്തത്തില് കുറെ കാര്യങ്ങൾ പഠിച്ച പോലെ കുറച്ച് അഹങ്കാരം. മറ്റൊരു കാര്യം കൂടെ ഉണ്ടല്ലോ മണികണ്ഠൻ, അതായത് നമ്മളിപ്പോഴും വാലിഡ് ആവേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഒരു സമയത്ത് ഒരു ബൂം ഉണ്ടാവും ഒരു മ്യൂസിക് ഡയറക്ടർക്ക്. ആ സമയത്ത് ആളുകളിലേക്ക് കുറേ പ്രൊജക്റ്റുകളൊക്കെ വന്നു ചേരും. അങ്ങനത്തെ ഒരു തുടക്കം, അതായത് ആളുകൾ അറിയുക, ആളുകളിലേക്ക് കോണ്ടാക്റ്റുകൾ എത്തുക, നമ്മൾ ഈ പറഞ്ഞ സിനിമാ സർക്കിളുകളിൽ എത്തണം. എന്നാലൊക്കെയാണ് ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് നമ്മളെ ഇഷ്ടമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ പടം ഓണാക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലോ സിനിമകളിലേക്ക് മ്യൂസിക് ഡയറക്ഷൻ്റെ ഒരു വഴി തുറക്കുക സാധാരണഗതിയിൽ. അവിടെയാണല്ലോ ഈ 5 മാസത്തെ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഈ റീബർത്ത് ഭയങ്കര ശ്രമകരം കൂടി ആയിരുന്നില്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ സിനിമ ഹിറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ എവിടെ ചെന്നാലും കലിപ്പ്, ഈ പാട്ട് കേൾക്കുക, പിന്നെ ഈ കോളേജ് പ്രൊമോഷൻസിനൊക്കെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും എനിക്ക് നെക്സ്റ്റ് ഒരു സിനിമയിലേക്കുള്ള ഓപ്പണിങ് വളരെ ഈസി ആയിരുന്നു. ആ സമയത്താണെങ്കിൽ ഒരുപാട് സിനിമയിലെ ഫ്രണ്ട്സും പിന്നെ പടത്തിനകത്തെ ഫ്രണ്ട്സും ഒക്കെ അടുത്ത സിനിമകൾ തുടങ്ങാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു ഇനി എന്തായാലും. പക്ഷെ ഒറ്റയടിക്ക് ഒരു സിനിമേനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസം വിട്ടു നിന്നാ മതി, അവിടെ ഉണ്ടോന്ന് ഒരാൾ അറിയില്ല. കാരണം അത്രയ്ക്കും എന്താ പറയാ, ആളുകള് അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു എനർജിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടെ ഓടി എത്താൻ പറ്റൂ. അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് ഒരു ബ്രേക്ക് എടുത്തോടു കൂടി എനിക്ക് മനസ്സിലായി, കൃത്യമായിട്ടത് മനസ്സിലായി, നമ്മളെ ഒരു ആള് അറിയില്ല എന്നുള്ളൊരു അവസ്ഥയായി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സോങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോവിനോടാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ പിന്നെ ആ കുഴിയിൽ നിന്ന് ഒന്ന് രക്ഷിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് ഭീകരനായി മാറിയ ഒരാള് എൻ്റെ കൂടെ വന്നെന്ന് പറയണില്ല, അതിനു മുന്നും ടോവിനോ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹീറോയിസം കുറച്ച് കാണിച്ച് വന്നിട്ട് നമ്മുടെ മെക്സിക്കനിലാണ്. അപ്പൊ പുള്ളിയെ വിളിച്ച പുള്ളി ഒരു അതുമില്ല, എന്താ പറയാ, പുള്ളി എന്നോട് പറഞ്ഞ സെറ്റിലേക്കൊക്കെ വരാൻ പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു മറഡോണയുടെ സെറ്റാണോ, അപ്പൊ ആ സെറ്റിലേക്ക് എടാ ഞാൻ ഇവിടെ ഉണ്ട്. അത് അങ്ങനെയൊന്നല്ല ഈ പറയുന്ന പോലെ ഞാനിവിടെ ഉണ്ട്, നീ വന്ന ഉടനെ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ യാത്രയൊക്കെ ചെയ്ത് തുടങ്ങണുള്ളൂ. അപ്പോൾ ടോം ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ടിൻഡു എന്ന് പറയുന്നത്. അപ്പൊ അവനെ കൂട്ടി ഞാൻ ബൈക്കിൽ പോയി അവിടെ പോയി
സെറ്റിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്നെ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്തിട്ട് 1 മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ഷൂട്ട് ലൊക്കേഷൻ്റെ ഉള്ളിലേക്ക് എന്നെ വിളിച്ചിട്ട് ക്യാമറയൊക്കെ അവിടെ അവിടെ അവരോട് അവിടെ നിന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇത് മെക്സിക്കൻ ഭാരത കലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത മണികണ്ഠനാണെന്ന് പറഞ്ഞിട്ട് അവിടെ എത്രയും ആൾക്കാരുടെ ഉള്ളിൽ വെച്ചിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. കാരണം ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യണ്ട, ഒരു മറവിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ സംസാരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പുള്ളി കാരവനിൽ പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഹെൽത്ത് ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്കത് പറ്റുവാണെങ്കിൽ ഒന്ന് റിലീസ് ചെയ്ത് അതിനെന്താ അതൊന്നും പറയേണ്ട കാര്യം, പുള്ളിയാണെങ്കിൽ അത് ചുമ്മാ റിലീസ് ചെയ്യല്ല, അതിനെപ്പറ്റി കറക്റ്റായിട്ട് കുറച്ച് എഴുതിയിട്ടൊക്കെയാണ് ഇട്ടത്. അപ്പം സത്യത്തിൽ നമ്മളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുള്ളി രണ്ടാമതൊന്നും കൂടി വെളിപ്പെടുത്തി തന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ കണക്ഷൻ, പിന്നെ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് വേണം, നമ്മളാരും നമ്മളെ എങ്ങനെ ചെറുതായിട്ടൊക്കെ സഹായിക്കാൻ ആളുണ്ടാവുള്ളൂ. ഫൈറ്റ് യുദ്ധം ചെയ്യൽ നമ്മൾ തന്നെ ചെയ്യണം. രണ്ടാമത് തിരിച്ചും പിന്നെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു മുൻപ് ആ ഫ്ലോയിൽ പോവാണെങ്കിൽ, രണ്ടാമതും പിടിച്ചിരിക്കേണ്ടി വന്നു. അപ്പോഴതൊരു ആൽബം സോങ് ആണ്, അതൊരു വലിയ സിനിമയാണെങ്കിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുടുക്ക് കൊച്ചാള് അങ്ങനെ സംഭവിച്ചു. നമ്മുടെ കോവിഡ്, അതിന്റെ ഇടയിൽ കോവിഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ പരസ്യങ്ങൾ ആ സമയത്ത് എന്നെ സഹായിച്ചത്, അതായത് സാമ്പത്തികമായിട്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് പരസ്യങ്ങൾ, ഈ മേഴ്സ് എന്ന് പറഞ്ഞൊരു ആഡ് കമ്പനിയും പിന്നെ കൃഷ്ണലാൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഇവരൊക്കെ തന്നിട്ടുള്ള പരസ്യങ്ങൾ കൊണ്ടാണ് ആ സമയത്ത് ഞാനൊന്ന് റിക്കവറായി ഒന്ന് ശരിയായി വന്നത്. വർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതിന്ന് മൊത്തമായിട്ട് മാറിയ സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കൻ. അതായത് ഫ്ലേവർ മൊത്തത്തിൽ മാറി, ഫോക്ക് ഉണ്ട് എന്നാലും അതിന്റെ ഒരു സെൻസിബിലിറ്റി മൊത്തത്തിൽ മാറി, സൗണ്ടിങ് ഒക്കെ വേറെ രീതി നമുക്ക് കേൾക്കാനും സാധിച്ചാണ്. അതിൽ തന്നെ അധികം ആളുകൾ എടുത്ത് പറയാത്ത ഒരു ട്രാക്ക് ഉണ്ട്, മാനേ മരതകമേ എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ആ കുട്ടിയും റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു സോൾഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് അത്. അപ്പൊ അവിടെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ചക്കള്ളക്കോക്കൻ ആദ്യം സിനിമയിൽ പാട്ടുകളെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അങ്ങനത്തെ ഒരു ട്രാക്ക് അവിടെ വരുന്നത്. ഈ മാനേ മരതകമേ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതൊന്ന് പറഞ്ഞും പാടിയും തരാം. ഇപ്പൊ നമ്മള് അഞ്ചക്കള്ളക്കോക്കൻ പൊറാട്ട് സോങ്ങുകൾ ഉൾപ്പെടുത്തണം എന്ന് ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂർ പൊറാട്ടിലെ പാട്ടാണ്. തൃശ്ശൂർ ഭാഗങ്ങളില് ഈ പൊറാട്ട് നാടകം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവിടുത്തെ പാട്ടുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ എൻ്റെ ചെറിയമ്മയുടെ നാട് കുറ്റിമുക്ക്, അവിടെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ഈ തൃശ്ശൂരിലെ പൊറാട്ട് നാടകം അതില്. അപ്പോൾ ശരിക്കും പുഴയ്ക്കൽ അപ്പു ആശാനാണ് അത് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു പൊറാട്ട് നാടകം ആശാൻ എന്ന് പറയുന്നത്. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ, കുറേ പ്രായമായിട്ടുള്ള. അപ്പോൾ ആളുടെ മകനുണ്ടായിരുന്നു ചന്ദ്രൻ, അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയിട്ട് കണ്ടിട്ടാണ് നമ്മളൊരു അനുവാദമൊക്കെ ചോദിച്ചത്. പുള്ളിയാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്, ആ പഴയ തൃശ്ശൂർ പൊറാട്ടിലെ പാട്ടുകൾ. അപ്പോൾ അത് ചന്ദ്രൻ എൻ്റെ ഒരു ചെറിയച്ഛനൊക്കെ തന്നെയാണ്. അപ്പോൾ ചന്ദ്രൻ പിന്നെ കൊച്ചുബാലമാമൻ അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പാടിച്ചെടുത്താണ്. ആർട്ടിസ്റ്റാണ്. അതെ, അവര് പണ്ട് തൃശ്ശൂർ ഭാഗത്തെ പൊറാട്ട് നാടകങ്ങളിൽ കളിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ് അവര്. അപ്പൊ അവരുടെ അടുത്തുനിന്നാണ് ആ പാട്ട് പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ട്. കറക്റ്റ് ആണ്, അത് വേറെ ലിറിക്കോ കാര്യങ്ങളൊന്നുമില്ല, ട്രഡീഷണൽ ലിറിക്കോ. അവരെ കൊണ്ട് തന്നെ പാടിച്ചു. അവര് പേജ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല രസമായിട്ട് ഇത് അവര് പാടി തന്നു. അപ്പൊ നമ്മളത് അതുപോലെ തന്നെ അതിലധികം കേടുപാടുകൾ കൂടാതെ അത് പിന്നെ മറ്റേ ടെക്നിക്കൽ പരിപാടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടും. അപ്പൊ അത് റെട്രോ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് തന്നെ പാടിച്ച് അവർ ആ ലിറിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ അതിൽ അഡീഷണല് നമുക്കൊരു സോങ് ആയിട്ട് സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ അഡീഷണല് നമ്മൾ അതിനെ അവിടെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ അഡീഷണൽ ലിറിക്ക് ആഡ് ചെയ്തത്. അവർ ആ ലിറിക്കിനെ നശിപ്പിക്കാത്ത രീതിയിൽ. ലിറിക്സ് പാടാൻ പറ്റുമോ? അയ്യോ, അതെനിക്ക് കറക്റ്റ്, അത് ഞാൻ അത് ശരിക്കും മാമനൊക്കെ പാടുമ്പോ അതിനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നത്. അത് അപ്പൊ അതിൽ തന്നെ. അപ്പൊ ഈ പല്ലൊട്ടിയിലെ അവാർഡ് കിട്ടിയ ഗാനം ഉണ്ടല്ലോ, അതെ കപിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കപിൽ എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അധികവും, അതായത് ഈ പാട്ട് സംഭവിക്കുന്ന സമയം 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ കപിൽ മലയാളത്തിലെ ആളുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ പാടി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് പാടിയിട്ടുണ്ടല്ലോ, ആകാശം പാടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിനെ പിക്ക് ചെയ്യാനും ആ പാട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ജേർണിയും പറയാമോ? സത്യത്തില് അത് ഞാൻ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ സിംഗർ, പുള്ളി എനിക്ക് ആ പാട്ട് ഇപ്പൊ ഈ സിനിമയുടെ പല്ലൊട്ടി 90s കിഡ്സിന്റെ കാര്യങ്ങള് നമ്മുടെ അതില്
ക്യാമിയോ റോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ ഒരു ട്രാവൽ സോങ് വേണം എന്നുള്ളൊരു കാര്യം അർജുൻ അശോകൻ ബൈക്കിൽ വരുന്ന ഈ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ അതെ അതെ കണ്ണേട്ടന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ബൈക്ക് യാത്ര. അപ്പോൾ ഒരു ട്രാവൽ സോങ് തന്നെയാണ് നമ്മൾ അതിനന്ന് പേരിട്ടിരുന്നത്. അപ്പൊ ആ ഒരു സെക്ഷൻ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ലൈഫ് ഓഫ് റാം, കരവന്ത് പിറകെ, ആ ഗോവിന്ദ് വസന്തയുടെ പാട്ട്. അപ്പൊ ആ പാട്ട് പാടിയിരിക്കുന്നത് പ്രദീപാണ്. അപ്പൊ പ്രദീപ് കുമാറിന്റെ വോയിസ് നമുക്കിതില് യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അതിപ്പോ കുറച്ച് റിസ്കി പരിപാടിയായിരുന്നു, കാരണം പുള്ളിയെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഈ അടുത്ത വീക്കിലൊന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കപിലിന്റെ വോയിസ് അടിയെ എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ കപിലിന്റെ വോയിസ് നമുക്ക് എന്തായാലും പുതിയൊരു സിംഗറിലേക്ക് പോകാന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു തീരുമാനിച്ചത്. അപ്പൊ അടിയെ നല്ല ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയായിരുന്നു, ബാച്ചിലറിലെ. അപ്പൊ കിരൺ ഞാൻ കൂടുതലും എൻ്റെ പാട്ടുകൾ കൂടുതലും മിക്സ് ചെയ്തിട്ടുള്ളത് കിരൺ ലാൽ KP നമ്മുടെ NHQ സ്റ്റുഡിയോയിൽ കിരൺ ചേട്ടനായിട്ട് സംസാരിക്കുന്നത്. കിരൺ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് കപിലൻ ഞാൻ കോണ്ടാക്ട് എൻ്റെ നമ്പർ ഉണ്ട്, നീ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ വിളിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ വിളിച്ചപ്പോഴാണ് കപിൽ ഇത്രയും സിമ്പിൾ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല സുഖമായിരുന്നു അവനായിട്ടുള്ള കോൺവെർസേഷൻ ആയാലും അവനായിട്ടുള്ള പാട്ടും ആയിട്ട് അടിപൊളിയായിട്ട് എന്താ പറയാ. കുറച്ച് ദിവസങ്ങളിലൂടെ തന്നെ കനവേ എന്ന് പറഞ്ഞ പാട്ടിലേക്ക് ആളും ഇന്നായി വളരെ പെട്ടെന്ന് തന്നെ. അത് ഞാൻ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവൻ ആദ്യം ചോദിച്ചത് ഇത് ചേട്ടൻ തന്നെ പാടിയ പോലെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ ട്രാക്ക് പോലെ അല്ല, നമ്മൾ അത്യാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്ത് ആ പാട്ട് ആ സീൻ എങ്ങനെ നോക്കിയിട്ടും നമുക്കതൊരു തൃപ്തിയിലേക്ക് എത്തുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച്. അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കുമ്പോ തൃപ്തി തരാത്തൊരു പാട്ടായിരുന്നു. അതെ ഇത് ശരിയാവോ എന്നുള്ളതും അറിയില്ല. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ഇപ്പൊ സാജിക്കാനെയും എനിക്ക് ഇഷ്ടപ്പെടുത്തണം, കാരണം സാജിക്ക ഒരു പ്രൊഡ്യൂസർ മാത്രമല്ലല്ലോ, ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പൊ സാജിക്ക എല്ലാ ഭാഗത്തു നിന്ന് അതിനെ ശ്രദ്ധിക്കും, അതൊരു പ്രൊമോഷൻ ബേസും അതിനെ ശ്രദ്ധിക്കാൻ പറ്റും, സിനിമാ പ്രാന്തന്റെ ഒരു. അപ്പൊ എല്ലാ ഭാഗത്തും സാജിക്ക് അതിന്റെ ഓവറോൾ പിടുത്തം കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് സാജിക്ക് ഒരു റിപ്ലൈ തരുള്ളൂ. ജിതിൻ ഈ ട്യൂണില് ഏകദേശം ഓക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനത് കൊണ്ടുപോകണം. പിന്നെ ഇത് എനിക്ക് കാണിച്ചു കൊടുക്കണം, സാജിക്ക ഓക്കെ പറയണം, ജിതിൻ ഓക്കെ പറയണം. ജിതിൻ ഓൾറെഡി അതിന്റെ ഒരു കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ അപ്പോൾ സായിക്കാനും കൂടി ഒന്ന് സെറ്റാക്കി അത് ഉറപ്പാണ്. സായിക്ക് പിന്നെ ഫുള്ള് സപ്പോർട്ടൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഇത് എങ്ങനെ വരും എന്നുള്ളത് അറിയില്ലായിരുന്നു. പാടിക്കഴിഞ്ഞ് ട്രാക്ക് അയച്ചു കൊടുത്ത് എല്ലാവരും പിന്നെ ആ സമയത്ത് തന്നെ ഇതിന്റെ വരികളിൽ തന്നെ എനിക്ക് സുഹേലായിട്ട് ഞാൻ കുറെ സംസാരിച്ച് വരികളിൽ തന്നെ കുറച്ച് തിരുത്തുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. കാരണം സുഹേല് എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ പല്ലുട്ടി 90s കിഡ്സിലെ പാട്ടുകളും സുഹേൽ കോയും തമ്മിൽ വേറെ എന്തൊക്കെയോ ഒരു ഭയങ്കര ബന്ധമാണ്. കാരണം ആ സീനുകളില് പുള്ളി എഴുതി വെച്ചിട്ടുള്ള വാക്കുകളും ആ സീനും കാണുമ്പോൾ നമുക്കത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ട്യൂണ് ആ ഭാഗത്തേക്ക് ഇട്ടെങ്കിലും അതില് ആ സീനും വെച്ചിട്ട് വരണത് വരികളാണ്, ആളുകൾ കാണുന്നത് വരികളാണ്. ആളുകൾ ആ വരികളും സീനും ഒത്തു നോക്കും, മ്യൂസിക് അതിന്റെ പിന്നിലേ നിൽക്കുള്ളൂ. അപ്പൊ അത് അത്രയും അടിപൊളിയായിട്ട് പുള്ളി അത് ഭയങ്കരമായിട്ട് സിങ്കായിട്ട് കിടക്കുന്നുണ്ട്. പല്ലുട്ടി 90s കനവേ മിഴിയിലുണരേ നെഞ്ചാലെ വാനം പാടും നീണം കേൾക്കണേ, തിരികളാലേ വഴികളാകെ തെളിഞ്ഞു തൂവണേ, മേലാകെ ചേലാണേ ഉടലുമേൽ ചിറകുകൾ വിരിഞ്ഞു വാനം തേടണേ, കടലു പോൽ കനവുകൾ നുരഞ്ഞു തീരം മൂടണേ. ഈ ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ടല്ലോ മണികണ്ഠൻ, അതായത് മണികണ്ഠൻ സൗണ്ടിങ് തന്നെ വളരെ ക്വാളിറ്റിയാണ്, വളരെ ഡിസ്റ്റിങ്റ്റീവ് ആണ്. ഇത് മണികണ്ഠൻ്റെ പാട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും ആ പാട്ടിനൊരു വല്ലാത്ത ക്വാളിറ്റി കൂടി ഉണ്ടാവും, എസ്പെഷ്യലി സൗണ്ടിങ്ങിൽ. ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ഇപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയല്ല, ഇപ്പം എ ആർ റഹ്മാൻ, എച്ച് ശ്രീധറൊക്കെ പോലെയുള്ള പോലെ ആ സമയത്ത് അവരുടെ സൗണ്ടിങ്ങിലൊരു വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അനിരുദ്ധിനൊരു സൗണ്ട് ടീമുണ്ട് ഗംഭീരമായിട്ടുള്ളത്. അതിന് മണികണ്ഠൻ അങ്ങനെ ഒരു ടീമുണ്ടോ? അവിടെയാണ് അവിടെ ഇനിയൊരു ടീമിനെ ബിൽഡ് ചെയ്തുണ്ടാക്കണം. കാരണം ഞാനൊരു ഒറ്റയാൻ പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പഞ്ചകർല കോക്കാനെ സംബന്ധിച്ച് വൻ കോമഡിയാണ്. ഓഡിയോ കമ്പോസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നതും അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് സൈഡായാലും അതിൻ്റെ ഒരു പ്രീമിക്സ് വരെ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഈ എത്നിക് ഇൻസ്ട്രുമെന്റ്സും പിന്നെ പുറത്ത് ഗിറ്റാർസും ട്രംപറ്റ്, ഇപ്പൊ മൗത്ത് ഓർഗൻ ഇപ്പൊ പുറത്ത് നിർത്തുക, അങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് സോളോ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പുറത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട്, ബാക്കി പ്രോഗ്രാമിംഗ് സൈഡും കമ്പോസിങ് പിന്നെ അതിലെ അസിസ്റ്റൻസിനെ വെച്ചിട്ടില്ല. അത് വേറൊരു കാര്യം, ഉല്ലാസും ഞാനും ആയിട്ടുള്ള ചർച്ചയുടെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെ നമ്മൾ കുറെ പീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് വേറൊരു ആൾക്കത് കൊടുത്ത് അത് വർക്ക് ചെയ്ത് കിട്ടി തിരിച്ചു വരുന്ന സമയമൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഞാൻ തന്നെ ചെയ്യണ കാരണം. പിന്നെ അത് സാധ്യമായത് സത്യത്തിൽ പറഞ്ഞ ആ സമയത്ത് ഞാൻ വേറെ പടങ്ങൾ എടുക്കാതെ ഞാൻ എടുത്തൊരു പടം റിജക്ട് ചെയ്തിട്ട് ഞാൻ ഈ പടം മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ആകുമ്പോ നമുക്ക് സമയം കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ എഫർട്ട് എടുക്കണം എന്നുള്ളതും, പിന്നെ ഇത് എഫർട്ട് ഇട്ടാൽ ഇത് നല്ലൊരു രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്കും ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളതിനെ ഈ തൃശ്ശൂർ രാഗത്തില് ഈ പടം കാണുക, അല്ലെങ്കിൽ ആ ഫുൾ സൗണ്ടിങ്ങോട് ഏതൊരു തൃശ്ശൂർക്കാരന്റെയും വലിയൊരു മൊമെന്റ് ആണ്. തീർച്ചയായും. കാരണം അതുവരെ എന്റെ സിനിമകൾ രാഗത്തില് വന്നിട്ടില്ല. അതുവരെ ചെയ്ത പടങ്ങൾ എന്ന് പറഞ്ഞാലും ഒരു വലിയൊരു മാർജിനിൽ റിലീസ് ചെയ്ത പടങ്ങളില്ല. മെക്സിക്കൻ ഭാരത ജോസ് തിയേറ്ററിലായിരുന്നു. അത് സന്തോഷം തന്നെയാണ്. പക്ഷെ അന്ന് രാഗമില്ല, രാഗത്തില് അതെ ശരിയാണ്. രണ്ടാമത് ജോർജ് ആയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ്. അപ്പോ രാഗത്തില് നമ്മുടെ ഒരു വർക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളതാണ്. പ്രത്യേകിച്ച് അഞ്ചകള കോക്കാനെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ VSTs നമ്മൾ മാത്രം വർക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് എടുത്തൊരു പടം ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ രാഗത്തിൽ, നമ്മുടെ ഹോം ടൗണിൽ തൃശ്ശൂർ രാഗത്തിൽ അത് ഇരുന്ന് കാണുമ്പോൾ മറ്റേ സലീം കുമാറിന്റെ ഇമോജി ഓർമ്മ. അപ്പൊ അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയായിരുന്നു. ഭയങ്കര മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സൗണ്ട് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളതാണ്. രാഗത്തിൽ ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്ട്, ക്രൗഡും അത്യാവശ്യം സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ്. വലിപ്പവും ആ സൗണ്ടും അതിൽ അഞ്ചകള കോക്കാൻ കണ്ട ഒരു അനുഭവം. അതും ആദ്യത്തെ ഷോയില് നമ്മള് ചെമ്പൻചാട്ടനും സൗമിക അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒപ്പം ഇരുന്നിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു. അന്ന് ക്രൗഡും നല്ല രീതിയിൽ ഈ ഗില്ലാപ്പീസിനൊക്കെ കിട്ടുന്ന അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, സത്യത്തില് ആകെ ഒരു ഉൾപ്പുളകം. ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറയാൻ വാക്കുകളില്ല. അതുപോലെ ഇരട്ടി സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ പല്ലുട്ടിയുടെ ഒരുമിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഞാനിപ്പോൾ 4-5 പ്രാവശ്യം ഇപ്പോൾ കുറച്ച് തിയേറ്ററുകളിൽ ഒരുമിച്ചിരുന്ന് കണ്ട് ജനങ്ങൾക്കൊപ്പം ഇരുന്ന് കാണുമ്പോൾ ആളുകൾ ഇമോഷനാവുന്ന സീനുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ അവിടെ മ്യൂസിക്കലി ആയാലും ജിതിൻ ചെയ്ത് വെച്ച ആ വർക്കിൻ്റെ അത് വർക്കാവുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ട് ആളുകൾ കരയുന്നൊരു സിനിമ എൻ്റെ ഒരു മ്യൂസിക്കും പിന്നെ ഞാനൊരു പടത്തിൽ ചെന്നിരുന്നിട്ട് ഒരു ആളുകൾക്ക് സങ്കടം വരുന്നൊരു സീൻ എനിക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് സാധിച്ച സിനിമയാണ് പല്ലുട്ടി 90s കിഡ്സ്. അപ്പൊ ഇതിലെ പാട്ടുകളായാലും ഇപ്പൊ അമ്മപ്പൂ ആ പാട്ടൊക്കെ അത്യാവശ്യം ആളുകൾ ടച്ചിങ് ആയിട്ടുണ്ട്. എനിക്ക് സ്വന്തം അമ്മേനെ കാണാൻ തോന്നുന്നു. എനിക്ക് ദുബായിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ പാട്ട് ഞാൻ ആ പാട്ട് അവനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സൗണ്ട് എഞ്ചിനീയർ പുള്ളി ഇതാണ്. അപ്പൊ ഈ പാട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീത്തി രാഗേട്ടനാണ് ഇത് പാടിയിട്ടുള്ളത്. അപ്പൊ പടത്തിനകത്ത് ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. പാട്ട് ഇപ്പൊ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യണ സമയത്ത് പിച്ച് കറക്ഷനൊക്കെ ആയിട്ട് പുള്ളിയാണ് എനിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവൻ ഈ പാട്ട് വെച്ചിട്ട് അന്ന് പറഞ്ഞു ഈ പടം റിലീസ് ആകുമ്പോ ചേട്ടാ ഈ പാട്ടിന്റെ സീൻ വരുമ്പോ നമുക്ക് എന്തായാലും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ആവും എന്നൊക്കെ അവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് നാട്ടിൽ വരാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ആ ഒരു കാര്യം അപ്പൊ ഈ പടം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സീനും പിന്നെ അതിന് ശേഷമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് കാണിക്കുന്ന ഒരു സീനിലും ആളുകൾ ഇമോഷണലി ആകുമ്പോൾ
നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അന്ന് അഞ്ചക്കള്ളവക്കാരിൽ കിട്ടിയ മാസിന്റെ പ്രതികരണവും ഇന്ന് കിട്ടുന്ന ഈ കണ്ണീരണിയിപ്പിക്കുന്ന ഇമോഷണൽ സീനുകളുടെ അനുഭവം വേറെ തന്നെയാണ്. ഈ ആളുകൾ അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആളുകൾ പണ്ട് മണിയണ്ണയപ്പനെ പറ്റിയിട്ട് ഫീച്ചർ വരുമ്പോൾ പറയും ഇത്രയും പാട്ടുകൾ ചെയ്തിട്ടും ആളുകൾ അറിയുന്നില്ല, 10 സിനിമകൾ ചെയ്തിട്ടും ആളുകൾ അറിയുന്നില്ല. ഇനിയിപ്പം മുതൽ ഇപ്പം ഏതായാലും സ്റ്റാമ്പിംഗ് ആയി മണിയണ്ണയപ്പയുടെ സൗണ്ടിങ്ങിനും അല്ലെങ്കിൽ മ്യൂസിക്കിനും ഇപ്പോൾ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി മുതലുള്ള സിനിമകളിൽ ഇപ്പം ഈ അനിരുദ്ധ് മ്യൂസിക്കൽ അങ്ങനെയൊക്കെ വരുമല്ലോ, അതുപോലെ മണിയണ്ണയപ്പ മ്യൂസിക്കൽ ഒന്ന് സ്റ്റാമ്പ് ചെയ്തുകൂടെ? എനിക്ക് അത് സിനിമ അത് എനിക്ക് സിനിമ തരുന്ന ഡയറക്ടേഴ്സ് എന്തായാലും ഇപ്പോൾ അഞ്ചക്കള്ളക്കൊക്കെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് സോങ്സ്, പിന്നെ അത് അതിൽ കുറച്ച് സോങ്ങുകൾ സ്റ്റാമ്പ് ആവുക, പിന്നെ BGM-നും നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഈവൻ റിവ്യൂവേഴ്സിന്റെ സപ്പോർട്ടും കൂടെ പറയാം. അപ്പൊ അവരൊക്കെ കണ്ടിട്ടും അവര് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരും എന്നോട് പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു റിവ്യൂ പറയാ എന്നുള്ള രീതിയിലല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ മൊത്തത്തില് എൻ്റെ പേര്, ഞാൻ ഇത്ര വർക്കുകളൊക്കെ ചെയ്തിട്ട് എൻ്റെ പേര് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അത് മാറി കിട്ടിയ വർഷം കൂടിയാണ് 2024. 2024 മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കോക്കാന് ശേഷം അഞ്ചകള കോക്കാൻ ചെയ്ത മണികണ്ഠൻ അയ്യപ്പ, അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് ഇതായിട്ട് വരണം. അപ്പൊ ഈ പല്ലുട്ടി അതിന്റെ തൊട്ടടുത്ത സിനിമ കൂടി ഇങ്ങനെ സ്വീകരിച്ചപ്പോ ഒന്നും കൂടെ എനിക്ക് സന്തോഷമായി. അപ്പോ പിന്നെ രണ്ട് ജോണറാണ്, അത് സ്വഭാവമാണ് സംഗീതം. ഈ തൊട്ടടുത്ത എന്നോട് 2-3 മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വലിയൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മണികണ്ഠൻ ഇതിൽ തന്നെയാണോ ഫോക്കസ്? അപ്പൊ പുള്ളിന് വേറെ വല്ല ടൈപ്പ് സിനിമ എടുക്കണ്ടെങ്കിൽ മണികണ്ഠൻ ഈ ഫോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ തന്നെയാണോ മണികണ്ഠൻ, അതിന് ചെയ്യാൻ തന്നെയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പല്ലുട്ടി ഇറങ്ങിയത് വലിയൊരു ഗുണമാണ്. കാരണം കുറച്ച് മുമ്പത്തെ വർക്കായ കൂടി നമ്മുടെ ഒരു സോള് ഇട്ടിട്ടുണ്ട് ഇതില്. അപ്പൊ അതും ഇഷ്ടപ്പെടും. അപ്പൊ അതിലും എനിക്ക് തോന്നുന്നു അതും നല്ല രീതിയിൽ എനിക്ക് എന്റെ ബ്രാൻഡ് സ്ഥാപിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കും. ഒരു സമയത്ത് വിപ്ലവം, ഒരു സമയത്ത് മാസ്, ഒരു സമയത്ത് നാടൻ, ഇനി അങ്ങോട്ട് എല്ലാ ജോണറും. ഇനി അവിടുന്ന് അങ്ങോട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ. ഏതൊക്കെയാണ് ഇനി ചെയ്യാനിരിക്കുന്ന? നെക്സ്റ്റ് നൗഫൽ അബ്ദുള്ള, നമ്മുടെ കെട്ടിയോളാണ് അതിന്റെ എഡിറ്റർ, പുള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു വലിയൊരു പടമാണ്. അത് ഒന്നും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. പുള്ളി അതിന്റെ പണിയിലാണ് ഇപ്പോൾ. ഇന്ന് വൈകിട്ടും അതിന്റെ പണി നടക്കണം. പിന്നെ എൻ്റെ ബോസ് ടോം ഇമ്മട്ടിയുടെ അടുത്ത ഒരു പുതിയ വർക്ക് തുടങ്ങാൻ പോകുന്നു. അതിലും ഞാൻ തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. അതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഒരു സോങ്ങിന്റെ നമ്മളൊരു പ്രൊമോ ചെയ്യണതിന്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ ഈ ബ്രേക്ക് തന്ന ഉല്ലാസ് ചെമ്പൻ എന്ന് പറഞ്ഞ പുലി, അദ്ദേഹത്തിന്റെ അടുത്ത പടം അത് വരാനിരിക്കുന്നു. അത് വലിയ, അതെനിക്ക് തോന്നുന്നു അടുത്ത ഒരു കിടിലൻ. അത് മാസ് പരിപാടി ആയിരിക്കും. അത് മിക്സഡ് ആണ്. അത് എന്തായാലും പുള്ളി തന്നെ അതിനെ കുറിച്ച് റിവീൽ ചെയ്യും. ഇപ്പൊ അടുത്ത് തന്നെ അതിനെ കുറിച്ച് വാർത്തകൾ വരും. അപ്പൊ അതൊരു നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ജിതിൻ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് മൂവി വരുന്നുണ്ട്. ഇന്ദ്രജിത്ത് സുകുമാറിന്റെ ലീഡ് ചെയ്യുന്നൊരു മൂവി. അപ്പൊ അതിന്റെ റെക്കോർഡിങ്ങിന്റെ ഒരു ഇടയിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതവിടെ നടക്കുന്നുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞതെന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ കുറച്ച് ആളുകളൊക്കെ വെച്ച് അതെ. ഇപ്പൊ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും പൂർണ്ണമായും മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ പ്രോഗ്രാമേഷനും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ വർക്കുകൾ ചെയ്യണില്ല തന്നെ. നമുക്ക് മാക്സിമം നമ്മുടെ ഐഡന്റിറ്റിയിൽ തന്നെ സിനിമകളെ കൊണ്ടുപോകണം എന്നൊരു ഇഷ്ടമുണ്ട്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല. അത് അങ്ങനെ സാധ്യമാവട്ടെ. മണികണ്ഠൻ അയ്യപ്പ എന്നുള്ള പേര് മലയാള സിനിമാ സംഗീത രംഗത്ത് തീർച്ചയായും ഒരു സ്റ്റാമ്പിംഗ് ആണ്. അത് ഇനിയും കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ സംവിധായകരിലേക്കും കൂടുതൽ ലോകമറിയുന്ന സദസ്സുകളിലേക്കും എത്തട്ടെ. കൈനിറയെ ഇപ്പോൾ ഉള്ള പോലെ സിനിമകൾ കിട്ടട്ടെ. കാണാനായതിലും സംസാരിക്കാനായതിലും ഒരുപാട് സന്തോഷം. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.